ഞങ്ങളുടെ നാട്ടിലെ പൂരക്കാലത്തിന് തുടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പൂരം വരുന്നത് മൂക്കോല പൂരാണ്. പൂരത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ തലേ ദിവസം നടക്കുന്ന വാണിയാണ്. പല ദേശത്തു നിന്നായിട്ടും ഒട്ടനവധി കച്ചവടക്കാരും ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഒരുപാട് വരാറുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കരിങ്കാളിപ്പൂരം എന്ന് അറിയപ്പെടുന്ന ഈ പൂരത്തിന്റെ അന്ന് മിക്ക വീടുകളിലും ഉച്ചയ്ക്ക് കഴിക്കാൻ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് സ്രാവ് തന്നെയായിരിക്കും. എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം വയറൊന്ന് വിശന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാ. അപ്പോൾ ഏട്ടനും മക്കളും ബ്രെഡ് ഓംലെറ്റൊക്കെ പറഞ്ഞു. ഞാൻ തൊട്ടപ്പുറത്ത് പാനിപ്പൂരി ഉണ്ടായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതിങ്ങനെ കഴിക്കാനുള്ള പാട് കൊണ്ട് വാങ്ങാറില്ല. മക്കൾക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്ത് വാങ്ങിക്കൊടുത്താലും രണ്ടുപേരും കഴിച്ചോളും. ലക്കിക്ക് പിന്നെ വീട്ടിലുള്ള സാധനങ്ങളോട് മാത്രമേ വെറുപ്പുള്ളൂ. പുറത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് ആൾക്ക്. അതിനിടയ്ക്ക് ഞാൻ സ്നേഹേനെ വിളിക്കുന്നുണ്ട്. അവള് പാടത്തേക്ക് വാണിയം കാണാൻ വന്നിട്ടുണ്ട്, പാടത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ കുറേ നേരം വിളിച്ച് സംസാരിച്ചിട്ടാണ് ഒന്ന് കാണാൻ കിട്ടിയത്. ഇവിടെ എത്തിപ്പെട്ട പിന്നെ അങ്ങനെ കണ്ടിട്ടാൻ നല്ല പണിയാണ്. കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നിൽക്കുമ്പോൾ പോയിട്ട് കോളിഫ്ലവർ ബജ്ജിയൊക്കെ വാങ്ങി വരുന്നുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് വെടിക്കെട്ടിൻ്റെ സാമ്പിൾ പൊട്ടുന്നുണ്ടായിരുന്നത്. ഞാനത് വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് ഇത് രഞ്ജിയോട്ടും ശ്രീഷ്മയും കൂടി വരുന്നത് കണ്ടത്. അവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ സ്നേഹത്തി ഇവിടെ വാണിയം കാണാനാണ് ഞങ്ങൾ മെയിനായിട്ട് വരാറ്. പൂരത്തിന് ഞാൻ പോകാറില്ലെങ്കിലും ഏട്ടനൊക്കെ പോകാറുണ്ട്. കാരണം ഇതിലിവിടെ കരിങ്കാളിയാണ് ഉണ്ടാവാറുള്ളത്. മക്കളെക്കാളും കഷ്ടമാണ് എനിക്ക് കണ്ട അപ്പം തന്നെ ഞാൻ ഏട്ടൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കും. വെറുതെ പിന്നെ എന്തിനാലേ വരണേ.